ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട GPS ഡിവൈസുമായി എത്തിയ ബ്രിട്ടീഷ് യുവതി വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. ഋഷികേശിലേക്ക് പോവുകയായിരുന്നു പർവ്വതാരോഹക പരിശീലകയായ വെസ്റ്റ് യോർക്ക്ഷയറിലെ ഹീദർ ഇന്ത്യയിലെത്തുകയായിരുന്നു. ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ യുവതി തന്നെയാണ് ഈ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് പോകുന്നവർ ഇത്തരത്തിലുള്ള GPS അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആശയവിനിമയ ഉപകരണങ്ങൾ കൊണ്ടുപോകരുതെന്ന നിർദ്ദേശവും അവർ പങ്കുവച്ച വീഡിയോയിലൂടെ നൽകുന്നുണ്ട്. ആർമിൻ ഇൻറീച്ചോ മറ്റേതെങ്കിലും സാറ്റലൈറ്റ് ആശയവിനിമയോപാധികളോ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചവയാണെന്നും അവർ പറയുന്നുണ്ട്. അറസ്റ്റിലായ ഉടൻ തന്നെ ബ്രിട്ടീഷ് എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല എന്ന് യുവതി പറയുന്നു. ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്നതായിരുന്നു അവർ കാരണമായി ചൂണ്ടിക്കാണിച്ചത്. പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോൾ അവർ വെള്ളം പോലും നൽകിയില്ല എന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. ഡൽഹിയിൽ വിമാനമിറങ്ങി ഒരു ആഭ്യന്തര വിമാന സർവീസ് പിടിക്കാനായി പോകുന്നതിനിടെ സെക്യൂരിറ്റി ചെക്കപ്പിനായി തന്റെ കൈവശമുണ്ടായിരുന്ന ഗ്രാമീൺ ഇൻറീച്ച് താൻ സ്കാനർ ട്രേയിൽ വെച്ചെന്ന് യുവതി പറയുന്നു. ഉടൻ തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥ ഇവരെ ക്യൂവിൽ നിന്ന് പിടിച്ചു മാറ്റുകയും കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി ആക്ട് 1933 പ്രകാരം ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ ടെലിഗ്രാഫി ഉപകരണങ്ങൾ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഇത് സാറ്റലൈറ്റ് ആശയവിനിമയോപാധികൾക്കും ബാധകമാണ്. വിമാനത്താവളത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്തതായി ഹീദർ പറയുന്നു. താരതമ്യേന സൗഹൃദഭാവത്തിലായിരുന്നു അവർ ചോദ്യം ചെയ്തതെന്ന് ഹീദർ പറഞ്ഞു. രാത്രി 9 മണിവരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാകണം എന്ന ഉപാധിയോടെ അവരെ പറഞ്ഞുവിടുകയായിരുന്നു. അതിനിടയിൽ നിരവധി രേഖകളിൽ അവർക്ക് ഒപ്പുവയ്ക്കേണ്ടി വന്നുവത്രേ. തനിക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നതിനാലാണ് പോസ്റ്റ് ഇടുന്നതെന്ന് അവർ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ സമാനമായ ഉപകരണം കൈവശം വച്ചതിന് ഒരു കനേഡിയൻ കായിക താരം അറസ്റ്റിലായതും അവർ പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും അറിയാൻ വേണ്ടിയാണ് താനിത് പങ്കുവയ്ക്കുന്നത് എന്ന് തന്നെയാണ് ഹീദർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് തന്റെ അനുഭവം ഇപ്പോൾ യുവതി പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് പോകുന്നവർ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകരുത് എന്ന് തന്നെയാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുവതി പങ്കുവച്ച ഈ വീഡിയോയിൽ പലർക്കും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും യുവതി എടുത്തു പറയുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് യുവതിയെ വിട്ടയച്ചത്.